Nachu Designz. ഞാൻ അസ്നാ നസ്രീൻ. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോണ വീഡിയോ ഫ്രെയിം ഫിറ്റ് ചെയ്ത് നമുക്ക് എങ്ങനെ ഹാൻഡ് എംബ്രോയിഡറി ഡിസൈൻ ചെയ്യാമെന്നാണ്. നമ്മൾ ഫ്രെയിം യൂസ് ചെയ്യുന്നത് നമ്മൾക്ക് ഡ്രസ് ഡിസൈൻ ചെയ്യുന്നത് പെർഫെക്ഷനോടെ ചുളിവുകളൊന്നുമില്ലാണ്ട് നല്ല രീതിയിൽ ചെയ്യാനാണ്. നമുക്ക് 3 ടൈപ്പ് ഫ്രെയിംസ് ആണുള്ളത്. സ്ക്വയർ ഉണ്ട്, റെക്റ്റാങ്കിൾ ഉണ്ട്, സർക്കിൾ ഉണ്ട്. നമുക്ക് പിന്നെ എപ്പോഴും യൂസ് ചെയ്യുമ്പോൾ മരത്തിൻ്റെ ഫ്രെയിം യൂസ് ചെയ്യുന്നതാണ് നല്ലത്. നമുക്ക് ഫ്രെയിമിന് 2 പീസാണ് ഉള്ളത്, അകത്തൊരു പീസും പുറത്തൊരെണ്ണം. ഈ അകത്തെ പീസ് നമുക്ക് തുണീൻ്റെ താഴത്ത് വെക്കാനുള്ളതാണ്. ആ പീസ് തുണീൻ്റെ താഴത്ത് വെച്ച് നമ്മളുടെ ലൈൻ അകത്ത് വരുന്ന പോലെ വെക്കാം. ഈ മുകളിലത്തെ പീസ് നമുക്ക് നല്ല ടൈറ്റിൽ ഇതിൻ്റെ അകത്തേക്ക് കയറ്റാം. നമ്മുടെ തുണി നല്ല ടൈറ്റിൽ വലിച്ചിട്ട് ടൈറ്റ് ചെയ്യേണ്ട സാധനം നല്ല ടൈറ്റിൽ വെക്കാം. നമ്മുടെ ഫ്രെയിം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ ചെയ്യുന്നത് കഴിഞ്ഞ ദിവസം ചെയ്ത റണ്ണിങ് സ്റ്റിച്ച് യൂസ് ചെയ്തിട്ടുള്ള ഒരു സ്റ്റിച്ചാണ്, വിപ്ഡ് റണ്ണിങ് സ്റ്റിച്ച്. അപ്പോൾ വിപ്ഡ് റണ്ണിങ് സ്റ്റിച്ച് ചെയ്യാൻ നമ്മൾ ആദ്യം തന്നെ റണ്ണിങ് സ്റ്റിച്ച് ചെയ്യണം. ഞാൻ റണ്ണിങ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി ഒരു സൂചി കോർത്ത് വെച്ചിട്ടുണ്ട്. 6 നൂല് വെച്ചിട്ടാണ് ഞാൻ ഇപ്പം ഇന്ന് സൂചി കോർത്തുന്നത്. നമുക്ക് താഴത്ത് കെട്ടിടാം. ലൈനിൻ്റെ അവിടുന്ന് റണ്ണിങ് സ്റ്റിച്ച് നമുക്ക് ചെയ്യാം. റണ്ണിങ് സ്റ്റിച്ച് ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്, അത് കാണാത്തവർക്ക് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്. ആ ലിങ്ക് ചെന്ന് നോക്കി റണ്ണിങ് സ്റ്റിച്ച് നോക്കാം. നമുക്ക് റണ്ണിങ് സ്റ്റിച്ച് കാട്ടിയിട്ട് നമുക്ക് ബാലൻസ് കാണാം. അപ്പോൾ നമ്മളിവിടെ റണ്ണിങ് സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ വിപ്പ് റണ്ണിങ് സ്റ്റിച്ച് ചെയ്യാൻ നമുക്ക് ഇനി ഒരു ത്രെഡും കൂടി വേണം. ഞാൻ ഇവിടെ ഒരു ത്രെഡ് താരത്തിൽ ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്, അത് നമ്മൾ വലിച്ചെടുത്തു. നമ്മൾ റണ്ണിങ് സ്റ്റിച്ച് ചെയ്യുന്നത് ബാക്ക് സൈഡ് വെച്ചിട്ടാണ് നൂല് അകത്ത് കൂടെ എടുക്കേണ്ടത്, ഇല്ലെങ്കിൽ നമ്മുടെ നൂല് ഇവിടെ കൊളുത്തി പിടിക്കും. നമ്മൾ ബാക്ക് സൈഡിൽ നിന്ന് മുകളിൽ കൂടെ താഴത്തേക്ക് എടുത്തു. നമ്മൾ ഈ പിങ്ക് കളർ നൂല് മുകളിൽ കൂടെ താഴത്തേക്ക് എടുത്തു. അടുത്തത് ഇതുപോലെ തന്നെ നമ്മുടെ നൂല് മുകളിൽ കൂടെ താഴത്തേക്ക് എടുത്തു. പിന്നെയാണ് നമ്മുടെ വിപ്പ് റണ്ണിങ് സ്റ്റിച്ച് ചെയ്യുന്നത്. പിന്നെ നമ്മൾ റണ്ണിങ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ തന്നെ ചെറുതാക്കിയിട്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക, എന്നാലാണ് വിപ്പ് റണ്ണിങ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ കാണാൻ ഭംഗിയുണ്ടാവും. നമ്മളിപ്പോൾ വേറെ എവിടെയും ഒരു ഭാഗത്തും നമ്മൾ സൂചി കുത്താനില്ല. നമ്മൾ ആ സ്റ്റാർട്ടിങ്ങിൽ തന്നെ അവിടെ നമ്മൾ ലോക്ക് ചെയ്തിടുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ഇങ്ങനെ ബാക്ക് സൈഡ് യൂസ് ചെയ്ത് മുകളിൽ നിന്ന് താഴത്തേക്ക് കുത്തിയെടുക്കണമല്ലോ വെറുതെ. പിന്നെ നമ്മളിപ്പോൾ ഇത് ചെയ്യുന്നത് ഫാഷൻ ഡിസൈനിങ്ങിൻ്റെ കോഴ്സിൻ്റെ പോലെയാണ്. അപ്പോൾ ഓരോ സ്റ്റിച്ചസും നമ്മൾ എടുത്ത് കാട്ടുന്നുണ്ട്. നമ്മളിപ്പോൾ ഫാഷൻ ഡിസൈനിങ് കോഴ്സ് പഠിപ്പിക്കുമ്പോൾ ഉള്ള സ്റ്റെപ്പ് 1 തൊട്ടാണ് ഇപ്പോൾ നമ്മൾ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഇനി വലിയ ടഫായിട്ടുള്ള എംബ്രോയിഡറി വർക്ക് സ്റ്റിച്ചസ് വരുമ്പോഴും നമുക്ക് ചെയ്യാൻ നല്ല സിമ്പിളായിട്ട് പറ്റും. പിന്നെ നമ്മുടെ വിപ്പ് റണ്ണിങ് സ്റ്റിച്ച് ചെയ്തു. ഇനി നമ്മൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ബാക്കിൽ നിന്ന് നൂല് മുകളിൽ നിന്ന് താഴത്തേക്ക് ഇങ്ങനെ കുത്തുമ്പോൾ എവിടെയും നൂല് കയറി പിടിക്കാണ്ട് നോക്കണം, ഇല്ലെങ്കിൽ എവിടെയെങ്കിലും പിടിച്ച് നമ്മൾ ചെയ്യണ വിപ്പ് റണ്ണിങ് സ്റ്റിച്ച് ശരിയാവില്ല. ഇപ്പം നമ്മളുടെ വിപ്പ് റണ്ണിങ് സ്റ്റിച്ച് കഴിഞ്ഞു. അപ്പം നമുക്കിനി സൂചി താഴത്തേക്ക് കുത്തിയെടുക്കാം. ഇവിടെ നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്ത പോലെ തന്നെ നമുക്കിവിടെ ലോക്ക് ചെയ്തിടാം. പിന്നെ ഇതൊന്നും കൂടി ടൈറ്റ് ആവാൻ ഒരു പ്രാവശ്യം കൂടി നൂലിൻ്റെ അകത്ത് കൂടി എടുക്കാം. അപ്പം അങ്ങനെ നമ്മളുടെ വിപ്ഡ് റണ്ണിങ് സ്റ്റിച്ച് ഇവിടെ റെഡിയായി. ഇനി നമുക്ക് അടുത്തത് എങ്ങനെയാണ് നമുക്കൊരു ഡിസൈൻ ഒരു ക്ലോത്തിലേക്ക് ട്രേസ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇനി അടുത്തത് ചെയ്യുന്നത് ഒരു ക്ലോത്തിലേക്ക് എങ്ങനെയാണ് ഡിസൈൻ ട്രേസ് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. അത് നമുക്ക് ആദ്യം വേണ്ടത് ഒരു ബട്ടർ പേപ്പറാണ്. നമ്മളിവിടെ ഒരു ഡിസൈൻ വരച്ച് വെച്ചിട്ടുണ്ട്. നമുക്ക് ആ ബട്ടർ പേപ്പറിൽ ആ ഡിസൈൻ ട്രേസ് ചെയ്തെടുക്കാം. നമുക്ക് ഇങ്ങനെ ഇപ്പോൾ ഇത് ചെയ്യാൻ പഠിക്കുമ്പോൾ നമുക്ക് നമ്മുടെ ഡ്രസ്സുകളിൽ നെക്ക് ഡിസൈനും സ്ലീവ് ഡിസൈനും ഒക്കെ ചെയ്യാൻ നന്നായി പറ്റും. നമുക്ക് ഡ്രോയിങ് അറിയില്ല എന്നുള്ളൊരു ടെൻഷനേ വേണ്ട. ഹാൻഡ് എംബ്രോയിഡറി ചെയ്യാൻ നമുക്ക് ഒട്ടും ടെൻഷൻ വേണ്ട. നമുക്ക് ഡിസൈൻ ബുക്സൊക്കെ നമുക്ക് പുറത്തുനിന്ന് വാങ്ങിക്കാൻ കിട്ടും. നമുക്ക് ആ ഡിസൈൻസൊക്കെ നോക്കി നമുക്ക് നമ്മുടെ ക്ലോത്തിലേക്ക് ട്രേസ് ചെയ്ത് നമ്മുടെ ഡ്രസ്സൊക്കെ നമുക്ക് നന്നായി കളർഫുള്ളാക്കി ഹാൻഡ് എംബ്രോയിഡറി വർക്കൊക്കെ ചെയ്ത് നല്ല ഭംഗിയിലാക്കി എടുക്കാം. അപ്പം ഞാനിതിവിടെ
ഞാനിപ്പോൾ ഒരു ഫ്ലവർ ആണ് ഇപ്പോൾ ചെയ്തത്. അപ്പോൾ ഫ്ലവർ ഞാൻ ട്രേസ് ചെയ്ത് എടുത്തിട്ടുണ്ട്. നമുക്കൊരു ക്ലോത്തിലേക്ക് ഇത് പകർത്തണം. ഞാൻ ഇതോടെ ഒരു ക്ലോത്ത് എടുത്തു. പകർത്തുമ്പോൾ നമുക്ക് വേണ്ടത് കാർബൺ പേപ്പറാണ്. കാർബൺ പേപ്പർ നമുക്ക് ഇവിടെ നിർത്തി വയ്ക്കാം. ഇതിൻ്റെ മുകളിൽ നമുക്ക് ഇവിടെ ട്രേസ് ചെയ്യേണ്ട ഫ്ലവറും വയ്ക്കാം. ഇനി നമുക്ക് വല്ല പിൻസ് മുട്ടുസൂചിയോ ഇല്ലെങ്കിൽ നമുക്കിപ്പോൾ സ്റ്റിച്ച് ചെയ്യാൻ യൂസ് ചെയ്യണ സൂചി തന്നെ വെച്ച് നമുക്കിതൊന്ന് കുത്തി വെക്കാം. എന്താ വെച്ചാൽ നമ്മളിപ്പോൾ തുന്നുമ്പോൾ വിട്ടു പോയാലോ അപ്പോൾ നമ്മുടെ ഡിസൈൻ അവിടെ നിന്ന് ആകെ തെറ്റും. അപ്പം നമുക്ക് ഇവിടെ ഒന്ന് ജസ്റ്റ് കുത്തി വെക്കാം. ഈ ഫ്രണ്ട് മോൾ ഭാഗവും താഴ്ഭാഗവും ഇങ്ങനെ കുത്തി വെക്കുന്നുണ്ട്. നമുക്കിത് നമ്മളുടെ ക്ലോത്തിലേക്ക് ട്രേസ് ചെയ്യാൻ നോക്കാം. അപ്പോൾ ഇതിൻ്റെ മുകളിൽ കൂടെ തന്നെ നമുക്ക് വരയ്ക്കാം. നമ്മൾ ട്രേസ് ചെയ്തപ്പോൾ ബട്ടർ പേപ്പറിലേക്ക് എങ്ങനെയാണ് വരച്ചത് അപ്പോൾ തന്നെ നമുക്ക് ഇതിൻ്റെ മുകളിൽ കൂടെ അതിൻ്റെ നമ്മൾ വരച്ചതിൻ്റെ മുകളിൽ കൂടെ നമുക്ക് ഒന്നും കൂടി വരയ്ക്കാം. ഇത് നമ്മൾ ചെയ്യാൻ പഠിച്ചാൽ നമുക്ക് എപ്പോഴും ഒരു യൂസ്ഫുൾ ആണ്. നമുക്ക് എന്ത് ചെയ്യുമ്പോഴും നമുക്ക് നമ്മുടെ ഡ്രസ്സൊക്കെ ഡിസൈൻ ചെയ്യാൻ നല്ല ഭംഗിയിൽ കിട്ടും. ഞാൻ ഇതോടെ ക്ലോത്തിലേക്ക് ട്രേസ് എടുത്തിട്ടുണ്ട്. നമുക്ക് ഇനി ക്ലോത്തിലേക്ക് ട്രേസ് എടുത്തത് നോക്കാം. പിൻസൊക്കെ മാറ്റി വെച്ചു. നമ്മുടെ ക്ലോത്തിലേക്ക് ഡിസൈൻ നല്ല ഭംഗിയിൽ വന്നിട്ടുണ്ട്. നമുക്കിത് വിപ്ഡ് റണ്ണിങ് സ്റ്റിച്ച് വെച്ച് സ്റ്റിച്ച് ചെയ്യാം. നമ്മളുടെ വിപ്ഡ് റണ്ണിങ് സ്റ്റിച്ച് ഫ്ലവറിൽ ചെയ്ത് തീരാറായി. അപ്പോൾ ലാസ്റ്റ് പെറ്റലാണ്. നമ്മൾ വിപ്ഡ് റണ്ണിങ് സ്റ്റിച്ചാണ് നമ്മൾ ഇന്ന് പഠിച്ചത്. അപ്പോൾ എല്ലാ ആൾക്കാരും ഈ വിപ്ഡ് റണ്ണിങ് സ്റ്റിച്ച് ചെയ്യുക. നമ്മൾ ഇടുന്ന എല്ലാ സ്റ്റിച്ചസും ചെയ്യുക. നമുക്ക് കാണുമ്പോൾ സിമ്പിളായിട്ട് തോന്നും. നമ്മൾ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് ആ പഠിച്ചൊരു പെർഫെക്ഷൻ തോന്നും. നമ്മുടെ വിപ്ഡ് റണ്ണിങ് സ്റ്റിച്ച് കഴിഞ്ഞു. നമുക്കിത് സൂചി താരത്തേക്ക് കുത്തിയെടുക്കാം. അപ്പം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കാട്ടിയ പോലെ തന്നെ നമുക്ക് ഇവിടെ ഈ സ്റ്റിച്ച് മുറിച്ച് നമുക്ക് റെക്കോർഡ് ബുക്കിലേക്ക് ആക്കാം. അപ്പോൾ റെക്കോർഡ് ബുക്കിലേക്ക് ആക്കണ വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ നമുക്കത് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. ആ വീഡിയോ പോയി എല്ലാവരും കാണാം. അപ്പോൾ നമ്മളുടെ ഫ്ലവർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്ന ഡിസൈൻസ് ഞാൻ വിപ്ഡ് റണ്ണിങ് സ്റ്റിച്ച് വെച്ച് ചെയ്ത കുറച്ച് ഡിസൈൻസ് ആണ്. അതിൽ 2-3 ഞാൻ ഇപ്പോൾ കാട്ടുന്നത്. അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ ഇന്ന് പഠിച്ചത് വിപ്ഡ് റണ്ണിങ് സ്റ്റിച്ച് ആണ്. ഇത് എല്ലാ ആൾക്കാരും വീട്ടിലൊന്ന് ചെയ്ത് നോക്കുക. പ്രത്യേകിച്ച് കുട്ടികൾ. അപ്പോൾ അവരിങ്ങനെ വെറുതെ ബോറടിച്ചിരിക്കുന്ന സമയത്തൊക്കെ ഇതൊന്ന് ജസ്റ്റ് ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് ഇനി വരുന്ന വീഡിയോസൊക്കെ ടഫ് ഹാൻഡ് എംബ്രോയിഡറി സ്റ്റിച്ചസ് ആണ്. അപ്പോൾ നമുക്ക് ഇതൊക്കെ ഒന്ന് ചെയ്ത് നന്നായി പഠിച്ചാൽ നമുക്ക് ആ സ്റ്റിച്ചസൊക്കെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മുടെ സ്വന്തം ഡ്രസ്സുകൾ തന്നെ നമുക്ക് സ്റ്റിച്ചസും ഇതൊക്കെ വെച്ച് നമുക്ക് നല്ല ഭംഗിയിലാക്കി എടുക്കാം. ഈ സ്റ്റിച്ചസ് ഒക്കെ വരുമ്പോൾ നമുക്ക് സ്റ്റോൺസും ബീഡ്സും ഇതൊക്കെ വെച്ച് നമുക്ക് ഒരു ഡെക്കറേറ്റീവ് ആക്കി നമ്മുടെ ഡ്രസ്സ് എടുക്കാം. അപ്പോൾ മറ്റുള്ളവരുടെ ഡ്രസ്സിൽ നിന്ന് നമ്മളുടെ ഡ്രസ്സ് നല്ല ഡിഫറെൻ്റ് ആയിട്ട് നല്ല ഭംഗിയിൽ നിൽക്കും. അപ്പോൾ നമുക്കിതൊക്കെ നന്നായി ചെയ്യാം. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന എല്ലാ ആൾക്കാരും ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യുക. ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുക. അപ്പോൾ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്കൊരു നോട്ടിഫിക്കേഷൻ കിട്ടുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നമുക്ക് കമൻറ്റ് ബോക്സിൽ ഷെയർ ചെയ്യാം. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതാണ്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ഫ്രണ്ട്സ്.